ഓക്കെ. ഹായ്, ഫുട്ബോൾ പ്ലേയേഴ്സ് എന്തുകൊണ്ടാണ് ഗോസിപ്പ് പറയുന്നത്? ഫുട്ബോൾ പ്ലേയേഴ്സ് അല്ല, ആരും ഗോസിപ്പ് പറയാൻ പാടില്ല. അത് പറയേണ്ട കാരണമുണ്ട്. കാരണം നമ്മുടെ ബ്രെയിനിൽ രണ്ട് പാർട്ടുണ്ട്. ഒന്ന് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, ഇവിടെയാണ് നമ്മുടെ റാഷണൽ തിങ്കിങ്ങും ഫോക്കസ് വരുന്നത്. അതായത് നമ്മുടെ ഓഫ് ദ ബ്രെയിൻ എന്ന് പറഞ്ഞത്. വേറെ അമൈഗിലാതെ ഒരു പോർഷൻ ഉണ്ട് ബ്രെയിനിൽ. അവിടെയാണ് ഫിയർ, ആങ്സൈറ്റി, നെഗറ്റീവ് തിങ്കിങ് എല്ലാം വരുന്നത്. നമ്മുടെ ഈ ആൾക്കാർ ഗോസിപ്പ്, മറ്റുള്ളവരെ പറ്റി പരാതിയോ അല്ലെങ്കിൽ ആ പ്ലെയറിനെ പറ്റി ഒരു കംപ്ലൈൻ്റ് ഒക്കെ പറയുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ആ പ്ലെയറിൻ്റെ ആരോഗ്യം തന്നെ ബാധിക്കുന്നത്. അതായത് ഈ അമൈഗിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നു, ആ ഏരിയ വളരെ ആക്റ്റീവായി മാറുന്നു, നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ ഏരിയ ആക്റ്റീവായി മാറുന്നു. ഈ അമൈഗില എന്ന് പറഞ്ഞ പോർഷൻ നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ഇവിടെ നെഗറ്റീവ് തിങ്കിങ്, ഗോസിപ്പും കൂടി വരുന്നുണ്ട്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ ഈ അമൈഗില ഓവർടേക്ക് ചെയ്യും. അതായത് മെജോറിറ്റി ഓഫ് ആക്ടിവിറ്റി അമൈഗിലായി ആകും. അപ്പം ഈ നെഗറ്റീവ് തിങ്കിങ് കൂടും, അതായത് മറ്റുള്ളവരെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ് കൂടും. ഇത് ക്രമേണ ഇതൊരു ഹാബിറ്റായി മാറും. അങ്ങനെ ഇതിപ്പോൾ ഗോസിപ്പ് പറയുന്ന ആൾക്കാരായി മാറും. അപ്പോൾ ഒരു കാരണവശാലും പാടില്ല. നമ്മൾ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് സ്ട്രോങ് ആക്കി മാറ്റുക എന്നുള്ളത്. അതിന് ഏറ്റവും നല്ല കാര്യം ഒരു റുട്ടീൻ ഉണ്ടാക്കുക. എനിക്ക് ഒരു ട്രെയിനിങ് പ്ലാൻ ഉണ്ടാക്കാൻ റുട്ടീൻ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന റുട്ടീൻ, എൻ്റെ ട്രെയിനിങ് പ്ലാൻ ഇങ്ങനെയാണ്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോൾ തന്നെ ബ്രെയിനിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് ഇത് കറക്റ്റായിട്ട് ആ ചിന്തയെ തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഈ അമൈഗില എന്നുള്ള ആക്ടിവിറ്റി കുറയും, പ്രീ ഫ്രണ്ടൽ ആക്ടിവിറ്റി സ്ട്രോങ് ആക്കി മാറ്റും. അങ്ങനെ ചെയ്താൽ നമുക്ക് ഗോസിപ്പ് കുറയും. ഗോസിപ്പ് നമ്മുടെ ആരോഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും കുറയ്ക്കുന്നത്. അതുകൊണ്ട് പ്ലേയേഴ്സ് ഗോസിപ്പിൽ എൻഗേജ് ചെയ്യാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാതെ സ്വന്തം കാര്യം നോക്കി കളി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അതാണ് ഫുട്ബോളിൽ നമുക്ക് വേണ്ടത്. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് ബൈ ഫ്രം മനീഷ് ശശി. താങ്ക് യു.